ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കനകയും മിത്രയും തമ്മിലുള്ള ബന്ധം നന്ദിനി മനസ്സിലാക്കുകയാണ്. അവർ രണ്ടുപേരും ഫോണിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ നന്ദിനി കേൾക്കുകയാണ്. അങ്ങനെ നന്ദിനി സൂര്യയോട് ഇക്കാര്യങ്ങളൊക്കെ പറയണോ വേണ്ടയോ എന്നുള്ളത് ആലോചിക്കുകയാണ്. എന്നിട്ട് റൂമിലെത്തിയ ശേഷം സൂര്യ ചോദിക്കുകയാണ്, നന്ദിനി, നിന്റെ മുഖത്ത് വേറെ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ടല്ലോ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് സൂര്യ ഓരോന്ന് ചോദിച്ചപ്പോൾ നന്ദിനി എല്ലാ സത്യങ്ങളും പറയുകയാണ്. കനകയും മിത്രയും കൂടി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ സൂര്യ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്ത് എന്ന് ചോദിക്കുമ്പോൾ കനകയും മിത്രയും സംസാരിച്ചതെല്ലാം തന്നെ സൂര്യയോട് നന്ദിനി പറഞ്ഞു കൊടുക്കുകയാണ്. അതോടുകൂടി സൂര്യ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ സൂര്യ പറയണേ, കണ്ടില്ലേ, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. എന്താണ് സൂര്യ സാർ ചെയ്യാൻ പോകുന്നത്, നീ എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞ് സൂര്യ നന്ദിനിയെയും കൂട്ടി താഴേക്ക് പോവുകയാണ്. എന്നിട്ട് കനക കിടക്കുന്ന ആ ഭാഗത്തേക്ക് ചെല്ലാണ്. അപ്പോൾ കനക നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ കനക അറിയാതെ അവളുടെ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് സൂര്യ ആ ഫോൺ വാങ്ങിയ ശേഷം അതിൽ റെക്കോർഡ് ഓൺ ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കനകയും മിത്രയും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ ഇനി റെക്കോർഡ് ആയിക്കോളും. അതോടുകൂടി ഒരു തെളിവ് കിട്ടും. മറ്റേത് നമ്മൾ രണ്ടുപേരും കൂടി ഇക്കാര്യം പറഞ്ഞാൽ ഈ വീട്ടിലുള്ള ആരും വിശ്വസിക്കില്ല. അപ്പോൾ തെളിവ് സഹിതം വേണം കനകയുടെയും മിത്രയുടെയും കള്ളത്തരം അമ്മയ്ക്ക് മുന്നിൽ കൊടുക്കാനേ എന്നും പറഞ്ഞാണ് സൂര്യ കനകയുടെ ഫോണിൽ റെക്കോർഡ് ഓൺ ആക്കിയിട്ട് പോകുന്നത്. അങ്ങനെ സൂര്യയും നന്ദിനിയും പോയി കഴിഞ്ഞ ശേഷം വീണ്ടും കനകയുടെ ഫോണിലേക്ക് മിത്ര വിളിക്കുകയാണ്. മിത്രയ്ക്കാണെങ്കിലോ ഒരു സമാധാനവും കിട്ടാതെയാണ് മിത്ര വിളിക്കുന്നത്. എങ്ങനെയെങ്കിലും സൂര്യയും നന്ദിനിയും കമ്പനിയിലേക്ക് വരുന്നത് ഒരു 10 ദിവസത്തെങ്കിലും മുടക്കണം, എങ്കിൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ, ഞാൻ കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കനകയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ കനക നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഫോൺ എടുത്ത് മിത്രയുമായി സംസാരിക്കുകയാണ്. എന്നിട്ട് മിത്ര പറയാണ്, നാളെ രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് പുറപ്പെടാൻ പാടില്ല, അവർ രണ്ടുപേരും ഓഫീസിലെത്തരുത്, അതിന് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം എന്ന് പറയട്ടോ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മിത്രയോട് പറയണ, അവർക്ക് രണ്ടുപേർക്കും പാലിൽ എന്തെങ്കിലും കലക്കി കൊടുക്കണം, 10 ദിവസം അവർ ബെഡിൽ നിന്നും എണീക്കരുത്, അങ്ങനത്തെ പരുവമാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കനകയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നന്ദിനിയും സൂര്യയും ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് താഴെ എല്ലാവരും ഹാളിൽ ഇരിക്കുന്നുണ്ട്. യതീന്ദ്രനും പത്മയും വേദയും ഇന്ദ്രജയും വിജയനും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനിയും സൂര്യയും കൂടി താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പത്മയ്ക്ക് നന്ദിനിയെയും കൂട്ടി സൂര്യ കമ്പനിയിലേക്ക് പോകുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇന്ദ്രനോട് സൂര്യ പറഞ്ഞിട്ട് പോവാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ സൂര്യയുടെയും നന്ദിനിയുടെയും ചെറിയൊരു അഭിനയമാണ്. കാരണം മിത്ര പറഞ്ഞതുപോലെ കനക ചെയ്യുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ പോകുന്നത് പോലെ അഭിനയിക്കാണ്ട്. അപ്പോഴത്തേക്കും മിത്ര പാലുമായിട്ട് വരികയാണ്. സാർ, ഇത് കുടിച്ചിട്ട് പോ എന്ന് പറയുമ്പോൾ, ഇതെന്താണ്, ഇത് പാലാണ്, ഇത് കുടിച്ചിട്ട് പോ എന്ന് പറയുമ്പോൾ എനിക്കെന്തായാലും വേണ്ട, ഇത് നന്ദിനി കുടിക്കുക എന്ന് പറയുമ്പോൾ എനിക്കും വേണ്ട എന്ന് പറയട്ടോ. അപ്പോൾ നിർബന്ധിക്കുന്ന സമയത്ത് വേണ്ട എന്നല്ല പറഞ്ഞത്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഏതായാലും ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ കനകം, നീ തന്നെ കുടിക്ക് എന്ന് സൂര്യ പറഞ്ഞതോടുകൂടി കനകം ഞെട്ടിപ്പോവാണ്. എനിക്ക് വേണ്ട സാർ എന്ന് പറഞ്ഞപ്പോൾ, എന്താ നീ പാല് കുടിക്കില്ലേ, അത് പിന്നെ എനിക്കിപ്പോൾ പാല് വേണ്ട, നീ പാല് കുടിക്കാറുള്ളതാണല്ലോ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ, അതല്ല മേഡം, എനിക്കിപ്പോൾ വേണ്ടാഞ്ഞിട്ടാണ്, പറ്റില്ല, അത് കുടിച്ചേ പറ്റൂ എന്ന് സൂര്യ നിർബന്ധിക്കുമ്പോൾ പത്മ ചോദിക്കുകയാണ്, എന്തിനാണിപ്പോൾ അവളെ നിർബന്ധിക്കുന്നത്, അവളല്ലേ പറഞ്ഞത് വേണ്ട എന്ന്, പിന്നെ എന്തിനാ നിങ്ങളത് നിർബന്ധിക്കുന്നത്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, എന്താ സൂര്യ, നീ പോവാൻ നോക്ക്, കമ്പനിയിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ, അച്ഛാ, ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്നുള്ളത് അച്ഛൻ അറിയാവുന്നതല്ലേ, നിങ്ങൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സൂര്യ വീണ്ടും കനകയോട് ആ പാല് കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് കേട്ടോ. അതോടുകൂടി കനക അങ്ങ് പേടിച്ചു പോവാണ്. അപ്പോൾ രാജുവേട്ടൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൾക്ക് എന്താ ഇത്ര മടി, ഇവൾക്ക് എന്താ ഇത് കുടിച്ചാൽ, ഇവൾ കുടിക്കാറുള്ളതാണല്ലോ, പാലൊക്കെ കണ്ടാൽ ഇവൾ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ, ഇപ്പം എന്താ ഇവൾക്ക് പാല് കുടിക്കാൻ ഒരു മടി എന്നൊക്കെ സ്വയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രജ പറയാണ്, അല്ല നിനക്കെന്താ ആ പാലങ്ങ് കുടിച്ചൂടെ, ആ പാല് കുടിച്ച് ഇവിടുന്ന് പോവാൻ നോക്ക് എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോഴും സൂര്യ പറയാണ്, നിങ്ങൾ ആര് തന്നെയും ഇവളോട് ഈ പാല് കുടിക്കാൻ പറഞ്ഞാൽ ഇവൾ കുടിക്കില്ല. കാരണം എന്താണെന്നോ, എന്താന്ന് കാരണം എന്ന് വെച്ചാൽ നന്ദിനി തന്നെ പറയും, നന്ദിനി എന്താണ് ഉണ്ടായത് എന്ന് പറഞ്ഞു കൊടുത്തേ എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ, ഞാൻ ഇന്നലെ
മിത്രയും കനകയും കൂടി ഫോണിൽ സംസാരിക്കുന്നതെല്ലാം കേട്ടു. ആ സമയത്ത് ഈ വീടിനെ തകർക്കണം, ഈ വീടിനെ ഇല്ലാതാക്കണം, വീട്ടിലുള്ളവരെല്ലാം നശിച്ചു കാണണം, എന്നിട്ട് അവർ തെരുവിലേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് കനകയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് നന്ദിനി പറഞ്ഞതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ പത്മ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല, നിങ്ങൾ പച്ചക്കള്ളമാണ് പറയുന്നത്, ഒരിക്കലും മിത്ര അങ്ങനെ ഒന്നും ചെയ്യില്ല, പിന്നെ ഇവളും ചെയ്യില്ല. കനക ഇപ്പം ഇത്ര ദിവസം ഇവിടെ പണിയെടുത്തവളല്ലേ, അവൾ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യില്ല, നിങ്ങൾ വെറുതെ ഇല്ലാത്ത കഥ പറയുകയാണെന്ന് പറഞ്ഞ് അതൊന്നും തന്നെ പത്മ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സൂര്യ പറയണ, എനിക്കറിയാം നിങ്ങൾ ആരും ഇത് വിശ്വസിക്കില്ല എന്നുള്ളത്, അതിന് തെളിവുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമല്ലോ എന്ന് പറഞ്ഞതോടുകൂടി പത്മ കനകയുടെയും മിത്രയുടെയും ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ് എന്ന് കണ്ടതോടുകൂടി പെട്ടെന്ന് കയ്യിലുള്ള പാൽ ഗ്ലാസ് താഴെയിട്ട ശേഷം കനക പത്മയുടെ കാലിൻ്റെ അടിയിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് എന്നെ രക്ഷിക്കണം മേഡം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കനക അഭിനയിച്ചുകൊണ്ട് കരയുന്ന സമയത്ത് പത്മ വീണ്ടും അത് വിശ്വസിക്കുകയാണ്. അപ്പോൾ യതീന്ദ്രൻ ഇത് കേൾക്കുന്ന സമയത്ത്, അത് ശരി, ഇവൾ പറഞ്ഞിട്ട് വന്ന ആളാണല്ലേ, മിത്രയുടെ ആളാണല്ലേ, എന്നിട്ട് ഈ വീടിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവൾ ഓരോന്ന് ചെയ്യുകയാണല്ലേ, ഇവളെ വെറുതെ വിട്ടൂടാ എന്ന് യതീന്ദ്രൻ പറയുന്ന സമയത്ത് സൂര്യ പറയുന്നത്, അത് മാത്രമല്ല അച്ഛാ, ഇവൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ പാലിൽ വിഷം ചേർത്തിട്ടുണ്ട്, എനിക്കും നന്ദിനിക്കും 10 ദിവസമെങ്കിലും ബെഡിൽ നിന്നും എണീക്കാതിരിക്കാനുള്ള വഴിയൊക്കെയാണ് അവർ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുന്നത്, ഇതിൽ പോയിസണാണ് എന്ന് പറഞ്ഞ ഉടനെ കനക മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ ഇതെങ്ങനെ ഇവരറിഞ്ഞു, ഞാനും മിത്രയും മാത്രമാണല്ലോ ഫോണിൽ സംസാരിക്കുക, ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ലല്ലോ, അതെങ്ങനെ ഇവരറിഞ്ഞു എന്നൊക്കെ സ്വയം മനസ്സിൽ കനക പറയുന്നുണ്ട്. അപ്പോഴൊന്നും പത്മ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. കനക കരഞ്ഞുകൊണ്ട് പറയണേ, എന്നെ രക്ഷിക്കണം, ഞാൻ ഈ വീടിന് വേണ്ടി ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ പത്മ പറയണേ, നീ വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം, ഇവര് ജയിക്കാൻ വേണ്ടി ഇതും പറയും ഇതിലപ്പുറവും പറയും, എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ് മിത്രയെക്കുറിച്ച്, മിത്ര അങ്ങനെയൊന്നും ചെയ്യില്ല, ഇവളെ പോലെ ചീപ്പായിട്ട് നടക്കുന്ന ആളൊന്നുമല്ല മിത്ര, നീയും അതൊന്നും ചെയ്യില്ല എന്നുള്ളതും ഈ കുടുംബത്തിന് വേണ്ടി ദോഷം വരുന്നതൊന്നും തന്നെ നീ ചെയ്യില്ല എന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് പത്മ വീണ്ടും അവരുടെ ഭാഗം നിന്ന് സംസാരിക്കുമ്പോൾ സൂര്യ പറയണ, നന്ദിനി അവളുടെ കയ്യിലുള്ള ആ ഫോൺ അങ്ങ് വാങ്ങിയേക്ക് എന്ന് പറയണ. അങ്ങനെ നന്ദിനി കനകയുടെ ഫോൺ എടുക്കണം, എന്നിട്ട് ഫോണിൽ കനകയും മിത്രയും സംസാരിച്ച ആ റെക്കോർഡ് അങ്ങ് ഓണാക്കി കൊടുക്കണം. അപ്പോൾ യതീന്ദ്രനും എല്ലാവരും കേൾക്കുകയാണ്. അപ്പോൾ സൂര്യ കാര്യം പറയാണ്, ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ വിശദമായിട്ട് തന്നെ സൂര്യ പറഞ്ഞു കൊടുക്കണം. ഇവളും മിത്രയും സംസാരിക്കുന്നത് നന്ദിനി കേട്ടതോടുകൂടി ഞങ്ങൾക്ക് നല്ല സംശയമുണ്ടായി, അങ്ങനെ ഇവൾ ഉറങ്ങുന്ന സമയത്ത് ഇവളുടെ ഫോൺ എടുത്ത് ഞങ്ങൾ റെക്കോർഡ് ഓണാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് മിത്രയും കനകയും സംസാരിക്കുന്നത് കേട്ടതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ മിത്ര അതിൽ പറയുന്നത്, ആ വീടിനെ തകർക്കണം, അവിടുത്തെ എല്ലാവരും തെരുവിലിറങ്ങണം, അതിനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്, എത്രയും പെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആ നന്ദിനിയും സൂര്യയും 10 ദിവസമെങ്കിലും ഓഫീസിലേക്ക് വരരുത്, എങ്കിൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ ആ കമ്പനി എനിക്ക് നശിപ്പിക്കാൻ കഴിയൂ, അതിന് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് മിത്ര പറയുന്നതെല്ലാം തന്നെ ഇവർ കേൾക്കുകയാണ്. അതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡാണ് ഇന്നത്തേത്. ഇത് കേട്ടതോടുകൂടി പത്മ കനകയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. അതുപോലെ നന്ദിനിയുടെ കയ്യിൽ നിന്നും കനകയുടെ കാരണം നോക്കി പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ അവർ കണക്കിന് കൊടുക്കുകയാണ് കനകത്തിന്. അങ്ങനെ സൂര്യ പറയണേ, ഇവളെ വെറുതെ വിടരുത്, ഇവളെ പോലീസിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞതോടുകൂടി കനക അങ്ങ് പേടിച്ചു പോവാണ്. എന്തൊക്കെ ചതിയാടി നീ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ കനക വിശദമായിട്ട് തന്നെ അവരുടെ മുന്നിൽ വെച്ച് മിത്രയും കനകയും ചെയ്തു കൂട്ടിയ എല്ലാ പ്രവർത്തികളും പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് യതീന്ദ്രൻ വീണ് ഹോസ്പിറ്റലായത് മിത്ര പറഞ്ഞിട്ടാണെന്നുള്ളതും അത് വിശദമാക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നന്ദിനിയെ ഏൽപ്പിച്ച 2 ലക്ഷം രൂപയുടെ ആ ചെക്ക് മിത്ര പറഞ്ഞിട്ടാണ് ഞാൻ അവിടേക്ക് കൊണ്ടുപോയത് എന്നും പ്രിയങ്കയ്ക്ക് വേണ്ടി അഡ്മിഷനുമായിട്ട് അവിടെ കൊടുത്തത് എന്നുള്ളതും അതും വിശദമാക്കിയിട്ട് കനക പറഞ്ഞു കൊടുക്കുകയാണ്. അതും മിത്ര പറഞ്ഞിട്ടാണെന്നുള്ളതും അത് കഴിഞ്ഞ് സ്വർണം കട്ടെടുത്ത് അത് നന്ദിനിയാണെന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി ചെടിച്ചട്ടിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചതും എല്ലാം തന്നെ മിത്ര മേഡം പറഞ്ഞിട്ടാണ് എന്നൊക്കെ കനകം എല്ലാ കാര്യങ്ങളും വിശദമാക്കി കൊടുക്കുകയാണ്. അങ്ങനെ കനകയും മിത്രയും കൂടി ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും വിശദമാക്കി കൊടുത്തതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ പത്മയുടെ കയ്യിൽ നിന്നും കനകത്തിന് നല്ല അടി കിട്ടുന്നുണ്ട്. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്, ഞാൻ എല്ലാ സത്യവും തുറന്നു പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് കനക എല്ലാ കാര്യങ്ങളും വിശദമാക്കി കൊടുക്കുന്നത്. അതോടുകൂടി പത്മ അങ്ങ് തരിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ഇനി കനകയുടെ ഫോണിലേക്ക് മിത്ര വിളിക്കുന്നത്. അങ്ങയുടെ കോളാണെന്ന് കണ്ടപ്പോൾ സൂര്യ പറയണേ, നീ ഈ ഫോൺ എടുക്കണം, എന്നിട്ട് അവൾക്ക് ഒരു സംശയവും ഇല്ലാതെ നീ സംസാരിക്കണം, അതും സ്പീക്കറിലിട്ട് സംസാരിക്കണം എന്ന് പറയട്ടോ. അങ്ങനെ
എല്ലാവരും അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കേൾക്കുകയാണ്. അപ്പോൾ മിത്ര പറയണ, എന്തായി കനക, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തോ? അവർക്ക് രണ്ടുപേർക്കും പാലിൽ നീ വിഷം ചേർത്ത് കൊടുത്തോ? 10 ദിവസമെങ്കിലും അവർ ബെഡിൽ കിടക്കണം, അവർ എണീക്കരുത്, അവർ കമ്പനിയിൽ എത്തരുത് എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കനകത്തിന് എന്ത് പറയണം, ഇവരിതൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് മിത്ര മേഡത്തിന് ഞാൻ എങ്ങനെ അറിയിക്കും എന്ന് അറിയാതെ വിഷമിക്കുകയാണ്. അപ്പോഴൊക്കെ ഇവരുടെ മുന്നിൽ വെച്ച് ചേർത്തു, ഞാൻ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അത് കേൾക്കുന്ന മിത്രക്ക് നല്ല സന്തോഷമാവാണ്. അല്ല, ആ താടക എവിടെ, ഏത് താടക എന്ന് കനക ചോദിക്കുമ്പോൾ ആ പത്മ എന്ന് പറയുന്ന ബുദ്ധിയില്ലാത്തവളുണ്ടല്ലോ, ആ ബുദ്ധിയില്ലാത്ത താടക പത്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പത്മയ്ക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം പിടിക്കുകയാണ്. എൻ്റെ മുന്നിൽ മേഡം എന്നൊക്കെ പറഞ്ഞ് അവൾ അഭിനയിച്ചിട്ട് ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അവളിപ്പോൾ പറയുന്നത് കണ്ടില്ലേ, താടക ബുദ്ധിയില്ലാത്തവളാണെന്നാണല്ലേ അവൾ പറയുന്നത്, അവൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ പത്മ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, അവരെവിടെ, അവരിവിടെ ഉണ്ട്, അവരെ കാണാൻ വേണ്ടി ഞാനിപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്, അവരുടെ അനുഗ്രഹം വാങ്ങാനാണെന്നും പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ അവിടേക്ക് വരുന്നത്. ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ഒരു സ്ത്രീ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടാവില്ല. അവരുടെ സൈനിങ് അതോറിറ്റിയും ആ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും എന്നെയാണ് അവർ ഏൽപ്പിച്ചിട്ടുള്ളത്. അതും ഒരു ബന്ധവുമില്ലാത്ത എന്നെ, ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ഒരു സ്ത്രീ വേറെ എവിടെ ഉണ്ടാവും എന്നൊക്കെ സന്തോഷത്തിൽ മിത്ര ഇങ്ങനെ കനകയോട് പറയട്ടോ. അപ്പോൾ കനകയാണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ ഇവർ കേൾക്കുന്നുണ്ടല്ലോ, ഈ മിത്ര മേഡം എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ കനകയോട് പറയണേ, ഞാൻ ഇപ്പം തന്നെ അവിടേക്ക് വരും, എന്നിട്ട് ആൻറ്റിയുടെ അനുഗ്രഹം വാങ്ങാനാണെന്നും പറഞ്ഞ് അഭിനയിച്ച് ആ താടകയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അതോടുകൂടി പത്മകൻ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അവളെ കിട്ടിയാൽ അവളുടെ കാരണം അടിച്ചു പൊട്ടിക്കണം എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അത്രയ്ക്ക് ദേഷ്യത്തോട് കൂടിയിട്ടാണ് പത്മ അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവൾ ഇവിടേക്ക് വരട്ടെ, അവൾക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് എന്ന് സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇനി അവിടേക്ക് മിത്ര വരുന്നത്. അപ്പോൾ മിത്ര അകത്തേക്ക് കയറി വരുന്ന സമയത്ത് എല്ലാവരെയും കാണുമ്പോൾ ഇതിപ്പോൾ എന്താ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ആ സൂര്യയും നന്ദിനിയും യതീന്ദ്രനും വിജയനും ഇന്ദ്രജയും വേദയും എല്ലാവരും ഉണ്ടല്ലോ, ഒരു സഭ തന്നെ നടക്കുകയാണല്ലോ, എന്താണാവോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മിത്ര അഭിനയിച്ചുകൊണ്ട് ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് കലിതുള്ളി നിൽക്കുന്ന പത്മയുടെ അടുത്ത പ്രതികരണം, ഇനി ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികരണം മിത്ര ഇനി കാണാൻ പോകുന്നത്. കനകയാണെങ്കിൽ അവിടെ ഒരു മുക്കിൽ ചുരുണ്ടുകൂടി ഇരിക്കുന്നുണ്ട്. പക്ഷേ മിത്ര അത് കാണുന്നില്ല. അങ്ങനെ കനകം മിത്രയെ കണ്ടപ്പോൾ, അയ്യോ മേഡം എത്തിയല്ലോ, എന്നെ ആണെങ്കിലും ഒന്ന് നോക്കുന്നത് പോലും ഇല്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് മുക്കിലിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.